ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പിസ്സയാണ്. ഓവൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് നമ്മുടെ ഫ്രൈയിങ് പാനിൽ വെച്ച് തന്നെ നമുക്ക് ഈ പിസ്സ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് പിസ്സ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പിസ്സക്ക് ആവശ്യമുള്ള ഈസ്റ്റ് പൊങ്ങിച്ചെടുക്കാം. അതൊന്ന് നമുക്ക് ഇതിപ്പോൾ ഒരു 2 ടീസ്പൂണോളം ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇളം ചൂടുള്ള 100 ml ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒരു 8-10 മിനിറ്റ് നമുക്ക് ഇതുപോലെ വെക്കാം. അപ്പോഴേക്കും ഇത് നല്ലവണ്ണം പുളിച്ച് വരും. നമ്മുടെ ഈസ്റ്റ് ഇവിടെ പുളിച്ച് നല്ലവണ്ണം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മൈദ കുഴച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 3 കപ്പ് മൈദയാണ്. ആ 3 കപ്പ് മൈദയിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിനി നല്ലവണ്ണം കൈ വെച്ച് തന്നെ എല്ലാ ഭാഗത്തും മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ പുളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഈസ്റ്റ് കുറച്ചായി ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇവിടെ ഇപ്പോൾ ഈസ്റ്റ് കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് ഇളം ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതുകൂടെ ഇട്ട് നമ്മുടെ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നല്ലവണ്ണം കുഴച്ചെടുക്കുക. മൈദ ആയതുകൊണ്ട് കയ്യിൽ നല്ലവണ്ണം ഒട്ടിപ്പിടിക്കും. അപ്പോൾ നല്ല ചപ്പാത്തിയുടെ പരുവത്തിൽ തന്നെ നമുക്കിത് കുഴച്ചെടുക്കാം. മാവ് ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവിനെ നമ്മുടെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദ തൂക്കി കൊടുത്തതിന് ശേഷം ഈ മൈദ മാവ് ഇതിലേക്ക് വെച്ച് നല്ലവണ്ണം കൈയെടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം. നല്ലവണ്ണം കുഴച്ചെടുക്കണം. ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എത്രത്തോളം ഇത് കുഴച്ചെടുക്കുന്നോ അത്രത്തോളം നമ്മുടെ ബേസ് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇപ്പം നമ്മുടെ മാവിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ പ്ലേറ്റിൽ തന്നെ ഇത് വച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഒലിവ് ഓയിൽ തൂക്കി കൊടുക്കുക. ഒലിവ് ഓയിൽ തൂക്കി കൊടുത്തിട്ട് ഒരു 2 മണിക്കൂർ 1-2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അടച്ച് വെച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഇനി നമുക്ക് പിസ്സക്ക് ആവശ്യമുള്ള സോസ് തയ്യാറാക്കിയെടുക്കാം. അതിന് ഞാനിവിടെ 3 തക്കാളി എടുത്തിട്ടുണ്ട്. അതിനെ നടുവിലോട്ട് കീറി കൊടുക്കുക. നല്ല പഴുത്ത തക്കാളിയാണ്. ഞാനിതിപ്പോൾ ഓവനിൽ വെച്ചിട്ടാണ് പുഴുങ്ങിയെടുക്കാൻ പോകുന്നത്. അതല്ലെങ്കിൽ ഓവനില്ലെങ്കിൽ നമുക്ക് സാധാരണ ചൂടുവെള്ളത്തിലിട്ട് ഇത് പുഴുങ്ങിയെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ചുവന്ന ക്യാപ്സിക്കം കൂടെ ഇടുന്നുണ്ട്. ഇതില്ലെങ്കിലും കുഴപ്പമില്ല, തക്കാളി മാത്രമായാലും മതി. ഇതുകൂടെ ഇട്ട് നല്ലോണം പുഴുങ്ങിയെടുക്കാം. തക്കാളി ഇവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞു കൊടുക്കുക. നമുക്ക് തൊലി കളഞ്ഞു കൊടുത്ത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. നല്ല ചൂടൊന്ന് തന്നതിന് ശേഷം തൊലി കളഞ്ഞ് നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. നമുക്ക് സോസ് തയ്യാറാക്കിയെടുക്കാം. പാൻ ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒലിവ് ഓയിൽ തന്നെ യൂസ് ചെയ്യണം. ഒരു ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ചെറുതായി നോക്കിയ ഒരു സവാള കൂടെ ഇട്ട് കൊടുക്കുക. നല്ലവണ്ണം വഴറ്റി കൊടുക്കുക. നമ്മുടെ വെളുത്തുള്ളിയും സവാളയും നല്ലവണ്ണം വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. ബേസിൽ ഇതുപോലെ നമുക്ക് വാങ്ങാൻ കിട്ടും കടയിൽ. അതുകൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഒറിഗാനോ ആണ്. ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 75 ml ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ
ഞാൻ ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും ക്യാപ്സിക്കത്തിൻ്റെയും സോസ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരം വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ടൊമാറ്റോ സോസിന് നല്ല മധുരമുണ്ട്, അതുകൊണ്ട് മധുരത്തിൻ്റെ ആവശ്യമില്ല. മധുരം ഇല്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരല്പം മധുരം കൂടെ നമുക്കിതിലേക്ക് പഞ്ചസാര കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ പിസ്സ സോസ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒന്ന് തണുക്കാൻ വയ്ക്കാം. ഇനി പിസ്സക്ക് ആവശ്യമുള്ള ചിക്കൻ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. മാരിനേറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക, അല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം ചെറുനാരങ്ങ കൂടെ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. ബോൺലെസ് ചിക്കൻ വേണം എടുക്കാൻ ഇതിന് വേണ്ടിയിട്ട്. ഇനി എല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മാരിനേറ്റ് ചെയ്ത് വെക്കാൻ ടൈം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, ഇല്ലെങ്കിൽ ഇപ്പം തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇവിടെ പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാതിരിക്കുക. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഷാലോ ഫ്രൈ മാത്രമേ ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നുള്ളൂ, നല്ല ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യുന്നില്ല. ഞാൻ എല്ലാ ചിക്കനും ഇപ്പോൾ ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ പീസസ് ആയതുകൊണ്ട് നമുക്ക് വേഗം വെന്ത് കിട്ടും. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. പിസ്സക്ക് വേണ്ടിയിട്ടുള്ള മാവ് നല്ലവണ്ണം പൊന്തി വന്നിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ നമുക്ക് ഈ പിസ്സ ഉണ്ടാക്കിയെടുക്കാൻ വേണം. ഒലിവ് ബ്ലാക്കും ഗ്രീനും ഞാൻ എടുത്തിട്ടുണ്ട്. മൊസലാർ ചീസ്, ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചത്, ക്യാപ്സിക്കം 3 കളർ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ പിസ്സ സോസ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇനി ഈ പിസ്സയിലേക്ക് ഫില്ലിങ് ചെയ്യാൻ വേണ്ടത്. ഇനി നമുക്ക് ഈ മാവ് ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഒന്ന് പരത്തിയെടുക്കണം. ഇതിനിപ്പം ഞാനൊരു 4 പോർഷനാക്കി മാറ്റുന്നുണ്ട്. നമുക്കിപ്പോൾ ഇത്രയും ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഈ മാവ് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് പിറ്റേ ദിവസം ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം ഞാനിതിനെ ഒരു 4 പോർഷനാക്കി മാറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലവണ്ണം റോൾ ചെയ്ത് നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം. നമുക്കിത് നല്ലവണ്ണം പരത്തിയെടുക്കണം. ഇനി നമ്മൾ ഓയിൽ ചേർത്തിട്ട് വേണം പരത്തിയെടുക്കാൻ. പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ഓയിൽ ചേർത്ത് നല്ല നേർങ്ങനെ പരത്തിയെടുക്കാം. ഈ ഒരു സൈസിലാണ് ഇപ്പോൾ ഞാൻ പരത്തിയെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ പാൻ ചൂടാക്കിയെടുക്കാം. പാൻ വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒലിവ് ഓയിൽ ചേർത്ത് കൊടുത്ത് ഇതെല്ലാം എല്ലാ ഭാഗത്തും ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒന്ന് ചുറ്റിച്ചു കൊടുത്തിരിക്കാം. നമ്മൾ പരത്തിയെടുത്ത ബേസ് ഇതാ ഈ പാനിലേക്ക് വെച്ച് കൊടുക്കുക. പാനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു നൈഫ് കൊണ്ടോ നമുക്കിതിനിങ്ങനെ ഓരോ ഹോളാക്കി ഇട്ട് കൊടുക്കാം. അതിൻ്റെ എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ഫോർക്ക് ഉണ്ടെങ്കിൽ ഫോർക്ക് എടുത്തിട്ട് ചെയ്താൽ മതി. രണ്ട് 3 മിനിറ്റ് ഇതിങ്ങനെ തന്നെ വെക്കുക. അപ്പോൾ അതിൻ്റെ ബേസ് ഒന്ന് നമുക്ക് ഫ്രൈ വെന്ത് കിട്ടും. അതിനുശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു ഭാഗം ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ പിസ്സ സോസ് തേച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. പിസ്സ സോസ് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ മൊസറല്ല ചീസ് കൂടെ ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം, ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഒലീവ്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ ചീസ് കൂടെ ഇടണം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കണം. നമുക്ക് ഈ പിസ്സ നമുക്ക് വെന്ത് കിട്ടിയെന്ന് നമുക്ക് അറിയാൻ ഈ മുകളിലിട്ടിരിക്കുന്ന ചീസ് മെൽറ്റായിട്ടുണ്ടാവും. ആ സമയമാണ് ഈ പിസ്സ കുക്കായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതുവരെ നമുക്ക് ഇത് കുക്ക് ചെയ്ത് എടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം പിസ്സ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ആ ഭാഗം എനിക്ക് വീഡിയോയിൽ കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ സെപ്പറേറ്റ് വോയിസ് ഇട്ടത്. നമ്മുടെ പിസ്സ റെഡിയായി. നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ചിക്കൻ പാൻ പിസ്സ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.